നമസ്കാരം, തടയ ന്യൂസിലേക്ക് സ്വാഗതം. സിനിമ കരിയറിന്റെ ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ അഭിനയം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിന് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായ വിജയുടെ ആദ്യ പ്രതിഫലം വെറും 500 രൂപയായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ. പ്രശസ്ത സംവിധായകൻ എസ് ചന്ദ്രശേഖറിന്റെ മകനായ വിജയ് 1984 പിതാവ് തന്നെ സംവിധാനം ചെയ്ത വെട്രി എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിനാണ് ആദ്യമായി വിജയ്ക്ക് 500 രൂപ പ്രതിഫലം ലഭിച്ചത്. 2017 നൽകിയ ഒരു അഭിമുഖത്തിൽ എസ് ചന്ദ്രശേഖർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. താൻ എന്തെങ്കിലും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് വിജയ് ചെറുപ്പത്തിലെ ആത്മവിശ്വാസത്തോടെ പറയുമായിരുന്നു എന്നും പിതാവ് പറഞ്ഞതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കരിയറിലെ അവസാന ചിത്രമായ ജനനായകൻ എന്ന സിനിമയിൽ പ്രതിഫലമായി വിജയ് 220 കോടി രൂപ വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ ചിത്രത്തിലെ പ്രതിഫലത്തെക്കാൾ കോടി മടങ്ങ് വർധനവാണ് വിജയുടെ പ്രതിഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഏകദേശം 600 കോടി രൂപയുടെ ആസ്തി വിജയ്ക്കുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പാൻ ഇന്ത്യൻ സിനിമകളുടെ തരംഗത്തിനിടയിലും തമിഴ് സിനിമയിലൂടെ മാത്രം ബോക്സ് ഓഫീസിനെ വിറപ്പിക്കാൻ വിജയ്ക്ക് സാധിച്ചിരുന്നു. 600 കോടിയിലധികം രൂപയാണ് ആഗോളതലത്തിൽ ലിയോ എന്ന ചിത്രം കളക്ട് ചെയ്തത്. രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ ജനനായകൻ വലിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് സിനിമാ ലോകം വിശ്വസിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചിത്രത്തിലൂടെയാണ് വിജയ് ഒരു മാസ് ഹീറോ ആയി ജനഹൃദയങ്ങൾ കീഴടക്കിയത്. തുടർന്ന് പോക്കിരി, തുപ്പാക്കി, മെർസൽ, സർക്കാർ, ബിഗിൽ തുടങ്ങി നിരവധി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇനി ഭാവിയിലെ ഒരു MGRോ ജയലളിതയോ ഒക്കെയായി വിജയ് മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.